ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ലോകയുടെ ആദ്യദിന കളക്ഷൻ മറികടന്ന് തുടക്കം. വിസ്മയ മോഹൻലാൽ അഭിനയിച്ച തുടക്കം റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. സ്ത്രീ കഥാപാത്രങ്ങളെ നായികമാരായി അഭിനയിച്ച ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രമായി തുടക്കം മാറിയിരിക്കുകയാണ്. ഈ ചിത്രം പരാജയപ്പെടുത്താൻ ശ്രമിച്ച സംഖ്യകൾക്കുള്ള മറുപടിയാണ് ഈ ചിത്രത്തിൻ്റെ വിജയം. നല്ല ഒരു പടം തന്നെയാണ്. ഇന്ന് ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഇന്നും ചിത്രം ഹൗസ്ഫുള്ളാണ്. 10.5 ഷോയ്ക്ക് കണ്ടത്. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ ആക്ഷൻ രംഗങ്ങളും അവസാനം മോഹൻലാലിൻ്റെ ആക്ഷൻ രംഗങ്ങളും ആശിഷിൻ്റെ വില്ലൻ പ്രകടനം, അത് അവനെ കണ്ടാൽ തന്നെ അറിയാം. ആന്റണി പെരുമാറിൻ്റെ മകനെ തന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരു വില്ലൻ ലുക്കാണ്. കണ്ടാൽ അതേമാതിരി അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട്. വില്ലൻ തന്നെ കൊള്ളുള്ളൂ, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിസ്മയ മോഹൻലാൽ അഭ്യാസമൊക്കെ പഠിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരതിൻ്റേതായ ഫൈറ്റ് സീനിലൊക്കെ അതിൻ്റേതായ ക്ലാരിറ്റിയും ഗുണവും ഒക്കെ ഉണ്ടാകും. അതോടൊപ്പം മോഹൻലാലിൻ്റെ ഫൈറ്റുണ്ട്. ചിത്രം മനോജ് ജയൻ്റെ റോളും വളരെയധികം നന്നായിട്ടുണ്ട്. ഗണേഷ് അത്ര അധികം ഇല്ല. അതുമാതിരി നമ്മളെ TG രവി, പിന്നെ സായികുമാർ അച്ഛനായി കലക്കിയിട്ടുണ്ട്. നല്ല അഭിനയം തന്നെയാണ് സായികുമാർ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രം എന്തായാലും ഓണം തൂക്കും എന്ന് തോന്നുന്നത്. ഇപ്പം തന്നെ നമ്മുടെ ലോകയുടെ കളക്ഷനെ മറികടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. പിന്നെ ഇതിന് ഓപ്പോസിറ്റായി വേറെ പടങ്ങളൊന്നുമില്ല. എല്ലാ പടങ്ങളും 20-ാം തീയതിയാണ് വരുന്നത്. ഇപ്പം മഴയൊക്കെ പോയ കാലാവസ്ഥയാണ് 2 ദിവസമായിട്ട്. അപ്പോൾ എന്തായാലും ചിത്രം വേഗം തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 100 കോടി ക്ലബിൽ കയറും. ഇത് മലയാളത്തിലൊരു പ്രത്യേകത കൊണ്ട് സംഖ്യകൾ തീർക്കുന്ന പടം വൻ വിജയമായിരിക്കും. അതാണ് മലയാളികളുടെ ഒരു മനസ്സ്. മലയാളികൾ എന്നും മതേതരത്തെ സൂക്ഷിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഡൽഹിയിൽ വിദ്യാർത്ഥി സമരം നടന്നതിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് വെറുതെ ഒന്ന് പറഞ്ഞുള്ളൂ. അതിന് ഇത്രയധികം ബഹളം മേജർ രവി മാമനും മറ്റു സംഘ പ്രൊഫൈലുകളും ആ കുട്ടിയുടെ പ്രൊഫൈലിൽ വന്ന് അനാവശ്യ കമൻറ്റുകളും ഇടേണ്ട വല്ല കാര്യവുമുണ്ട്. മലയാളികൾ ഒന്നടങ്കം ഈ ചിത്രത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ ചിത്രം ഇത്രയും ഭയങ്കര വിജയമായതിൽ മലയാളികളുടെ മതേതര മനസ്സ് തന്നെയാണ്. എന്തായാലും അവസാനത്തെ ഒരു 15 മിനിറ്റ് നേരം അതിഭയങ്കരമായ ഒരു ഫൈറ്റ് സീൻ തന്നെയാണ്. ആരും ഇതൊരു ആക്ഷൻ ഫിലിം ആണെന്ന് വിചാരിച്ച് തിയേറ്ററിൽ പോയില്ല. ഒരു കുടുംബ ചിത്രം. ആ ട്രെയിലർ കാണുമ്പോൾ അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുക. അവസാനം മോഹൻലാലിൻ്റെ തല വളർത്തുന്നുണ്ട്. പക്ഷേ പടം ഒരു ഗംഭീര ആക്ഷനാണ്. ആക്ഷൻ പടം തന്നെയാണ്. ഗംഭീര ആക്ഷൻ പടം. കാരണം ആക്ഷൻ പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ബിസിനൊക്കെ നന്നായി ആക്ഷൻ പഠിച്ചൊരു കുട്ടിയാണ്. വളരെ ഭയങ്കര അഭിനയം. ആദ്യത്തെ പടത്തിൽ തന്നെ നല്ല അഭിനയം. ഒരിക്കലും നമുക്ക് തോന്നില്ല ഇതൊരു പുതുമുഖ നടിയാണെന്ന്. നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സംവിധാനം ചെയ്ത ജൂഡ് ആൻ്റണി 2018 എന്ന ചിത്രത്തിന് ശേഷം ചെയ്ത ഈ ചിത്രം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. 3 പേര് കൂടിയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. BGM എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല BGM ആണ്. അടിപൊളി പടം. എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു പടം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചിത്രം പോയി കാണുക, ലൈക്ക് ചെയ്യുക, വിസ്മയ മോഹൻലാലിനെ പിന്തുണയ്ക്കുക. ബൈ.